ദുഷ്കർമ്മം എന്തെങ്കിലും പ്രവർത്തിച്ചു പോയാൽ അതിനൊരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണ് പരിഹാരം? പ്രായശ്ചിത്തം ചെയ്യുക. ഈ പ്രായശ്ചിത്തം ചെയ്യുമ്പോൾ നമ്മൾ ഒരു കർമ്മം ചെയ്തു, അതൊരു പാപമായി പോയി, അപ്പോൾ പോയിട്ട് പ്രായശ്ചിത്തം ചെയ്യുക, എന്നിട്ട് വന്നിട്ട് പിന്നെ പാപം ചെയ്യുക, പിന്നെ പ്രായശ്ചിത്തം ചെയ്യുക. അതല്ല ഭാഗവതം പറയുന്നത്. ഒരിക്കലും പാപവാസന ഇല്ലാതാവണം. പാപം ഇല്ലാതായ പോരാ, പാപം ചെയ്യാനുള്ള ഉള്ളിലുള്ള ആ വാസനയെ കളയണം. അത് കളയാനുള്ളതാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഇനി ഒരിക്കലും ആ വഴിക്ക് പോവാൻ തോന്നരുത്. അതാണ് നമ്മൾക്ക് വേണ്ടത്. അതോടുകൂടി ആ പാപവാസന ഇല്ലാതാവും. കർമ്മങ്ങളാണ് വാസനകളായിട്ട് നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നത്. ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നു, അതുകൊണ്ട് പാപം തീരും വിചാരിക്കണോ? നമ്മളുടെ ആഗ്രഹങ്ങൾ വേറെ വേറെ കർമ്മങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതിലൂടെ വീണ്ടും പാപം ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ ചെയ്ത് 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 ഏതോ പുണ്യഫലം കൊണ്ട് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് ഏതെങ്കിലും ജന്മത്തെ ഒരല്പം പുണ്യം കൊണ്ട് എപ്പോഴെങ്കിലും ഈശ്വരനാമം ജപിക്കാൻ സാധിച്ചാൽ ആ ജ്ഞാനം മതി നമ്മളുടെ കർമ്മവാസനകളെ ഇല്ലാതാക്കാനായിട്ട്, ആ കർമ്മം നശിപ്പിക്കാനായിട്ട് ശരണാഗതി അണയുക. ഭഗവാന്റെ പാദങ്ങളിൽ സറണ്ടർ ചെയ്യാം. കെട്ടിപ്പിടിച്ച് മുറുക്ക പിടിച്ച് പറയാം ആ പാദങ്ങളെ. വേണ്ടി നിത്യർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണ, ഒരു നാളും തരി പോലും മാറാതെ കാച്ചോട്ടിൽ കരിയത്തെ മറ്റൊന്നും വേണ്ട കണ്ണ. ഈ ഒരു പറയാൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരണം. അങ്ങനെയുള്ള ഒരു കർമ്മവാസനകൾ നശിക്കണമെങ്കിൽ ആ ഭഗവത് പാദത്തിൽ ശരണാഗതി അടയണം. ആ ശരണാഗതി അടയാനുള്ള ഒരു മനസ്സ് അത് എപ്പോഴുണ്ടാവും അറിയില്ല. എങ്ങനെ ഉണ്ടാവും അതും അറിയില്ല. എന്തറിയാം? ഭഗവാന്റെ പാദങ്ങളെ മുറുക്ക കെട്ടിപ്പിടിക്കാൻ അറിയാം മതി. ബാക്കിയൊക്കെ അദ്ദേഹം നോക്കിക്കോളും. ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് നല്ലത് മാത്രം ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോ ചില കർമ്മങ്ങളൊക്കെ നമ്മളെ പിടിച്ചു കെട്ടുമായിരിക്കും. പക്ഷേ നാമജപം കൊണ്ട് അതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ പറ്റും എന്നുള്ളൊരു കഥയാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. കന്യാകുബ്ജം എന്നൊരു നാട്ടില്, അവിടെ അജാമിളൻ എന്നൊരു ബ്രാഹ്മണൻ അനവധി കാലം ജീവിച്ചു. ഒരു 85 വയസ്സായി. ഈ 85 വയസ്സായപ്പോഴത്തേക്കും അദ്ദേഹത്തിന് എന്തായി? വയസ്സായതുകൊണ്ട് ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. മരണത്തിൻ്റെ അടുക്കലെത്തി. ആ സമയത്ത് ഭയപ്പെട്ടുകൊണ്ട് അദ്ദേഹം, മരണഭയം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കുണ്ട് മരിക്കാൻ സമയത്ത് എന്തെങ്കിലും ചീത്ത ദർശനങ്ങളൊക്കെ കിട്ടും. അത് അവർക്ക് ഭയം ഉണ്ടാക്കും. വയസ്സായി മരിക്കാൻ കിടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് ഭഗവാൻ വരുന്നു, വെള്ളം എടുത്തു കൊടുക്കൂ, അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കൂ, അങ്ങനെ ഭഗവാനെ കാണുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള ഭയം ഉണ്ടാവുമ്പോൾ ആ ഭയം മാറാനായിട്ട് ഈ ഇദ്ദേഹം ആകെ പേടിച്ചു. എന്തോ ഒരു ഭയം. യമഭടന്മാര് വന്ന് പിടിക്കാൻ പോകുന്നു എന്നുള്ള, തന്നെ കയറ് കെട്ടി വലിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോന്നലാണ്. ഈ യമഭടന്മാരെ കണ്ടാൽ പേടിപ്പെടുത്തുന്ന രൂപമാണല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം തൻ്റെ ഒരു കുഞ്ഞുകുട്ടി, വയസ്സാം കാലത്ത് ഉണ്ടായ ഒരു കുഞ്ഞുകുട്ടി, ഏതോ ഒരു ഭാഗ്യം കൊണ്ട് നാരായണൻ എന്നൊരു പേരിട്ടു. ആ കുട്ടിയെ പേടിയാവോ, അതിന് താൻ പേടിച്ചു. നമ്മളില്ലേ ആനയൊക്കെ വരണ്ട ഓടി എന്ന് പറഞ്ഞു കേട്ടാൽ നമ്മുടെ കുട്ടികളെ എവിടെയെന്ന് നോക്കും അല്ലേ? കുട്ടികളെ എവിടെ പുറത്തു പോയിട്ടുണ്ടെന്ന് നമുക്ക് പേടിയാവും. അപ്പൊ അവരെ വിളിക്കണ മാതിരിയാണ് ഇവിടെ അജാമിളൻ വെറുതെ വിളിച്ചതാ, കുട്ടിയുടെ പേര് വിളിച്ചതാ, നാരായണ എന്നൊരു വിളി വിളിച്ചു. ഉടൻ വരുന്നതാരാ? ശംഖുചക്ര ഗദാപത്മങ്ങളോടുകൂടി ആ ഭഗവാന്റെ രൂപികളായിട്ടുള്ള ഭഗവത് പാർഷദന്മാര് വരികയാണ്. ഇവിടെ വന്ന് ഭഗവത് പാർഷദന്മാർ വന്ന് ഈ കയറൊക്കെ കഴിച്ചിട്ട്, നിങ്ങളെന്തൊരു പണിയായി ചെയ്യണ? ഇയാള് പാപം ചെയ്ത ആളെ കെട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ ഞങ്ങള്, അതിനാണ് പാശം കൊണ്ട് കെട്ടിയിട്ടിരിക്കണം. നിങ്ങളാരായി അഴിച്ചുവിടാൻ പറഞ്ഞത്?
എന്ന് ചോദിച്ച് അവര് കയർക്കാണ്. അപ്പൊ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയാ ആരെയെ ശിക്ഷിക്കുക, എങ്ങനെയുള്ളവരെയാണ് ശിക്ഷിക്കുക എന്ന് ചോദിച്ചു. പാപം ചെയ്തവരെ ശിക്ഷിക്കും അല്ലെ, പാപം ചെയ്തവരെ ശിക്ഷിക്കും. എന്നാൽ ഈ അജാമിളന്റെ പാപം തീർന്നു. അതെങ്ങനെ പാപം തീർന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഭഗവാനെ വിളിച്ച് ഭഗവാന്റെ പാദം നാരായണ എന്ന നാമം വിളിച്ചു. ഇനി അദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടാൻ പറ്റില്ല. അപ്പോഴാണ് അവർക്ക് ദേഷ്യം വരികയാണ്. ഇത് എന്തൊരു കളിയാണ്, ഞങ്ങളുടെ യജമാനൻ പറഞ്ഞ് പാപം ചെയ്ത ഒരാളെ ഞങ്ങൾക്ക് കൊണ്ടുപോവുക എന്നുള്ളത് യമധർമ്മമാണ്, അത് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവരവിടെ വെച്ച് വാഗ്വാദമായി. അത് കേട്ടപ്പോൾ ഭഗവത് പാർഷദന്മാർ പറഞ്ഞു, നാരായണ എന്നൊരു നാമം ജപിച്ചതിലൂടെ അദ്ദേഹത്തിൻ്റെ പാപം തീർന്നു. അതോടുകൂടി ഞങ്ങൾ അദ്ദേഹത്തിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോയി ചോദിക്കൂ, നിങ്ങളുടെ യമദേവനോട് ചെന്ന് ചോദിക്കൂ, അദ്ദേഹത്തിനെ പിടിച്ച് കൊണ്ടുപോകാൻ പാടുമോ എന്ന് ചോദിക്കൂ, എങ്ങനെയുള്ളവരെയാണ് നിങ്ങളെ ശിക്ഷിക്കുന്നതെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചിട്ട് വരും, ഞങ്ങൾ ഇവിടെ നിൽക്കാം. യമഭടന്മാർ പറഞ്ഞു, ഇദ്ദേഹം ചെയ്തു കൂട്ടിയ പാപത്തിന് കണക്കില്ല. അച്ഛൻ നല്ല ഉത്തമ ബ്രാഹ്മണനായിരുന്നു. ആ ഉത്തമ ബ്രാഹ്മണനായിരിക്കുമ്പോൾ അച്ഛൻ പൂജാദ്രവ്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. ആ പറഞ്ഞയച്ചിട്ടുള്ള അജാമിളൻ അന്ന് 24 വയസ്സാണ്. അത് കഴിഞ്ഞിപ്പോൾ 85 വയസ്സായി. ഇത്രയും കാലം വെറുതെ കളഞ്ഞു കുളിച്ചു. എന്താ ഉണ്ടായത്? അദ്ദേഹം ചമതയെ കവർക്കാൻ പോയ സമയത്ത് ഒരു ശൂദ്ര സ്ത്രീ, ഒരു വേശ്യ സ്ത്രീ ഒരു ശൂദ്രനോടുകൂടി രമിക്കുന്നത് ഇദ്ദേഹം കാണുകയാണ്. അങ്ങനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അത് നോക്കി നിൽക്കാൻ തോന്നുകയാണ്. അത് നോക്കി നിൽക്കാൻ തോന്നിയപ്പോൾ അദ്ദേഹത്തിനോട് ആ സ്ത്രീ ചില കണ്ണുപിടിയൊക്കെ കാണിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം ചമത കൊണ്ടുവരാൻ പറഞ്ഞതും മറന്നു, എല്ലാം മറന്നു, തൻ്റെ കുടുംബത്തെ മറന്നു, ബ്രാഹ്മണ്യം കളഞ്ഞു കുളിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇത്രയും കൊല്ലക്കാലം ആ ശൂദ്ര സ്ത്രീ വേശ്യ സ്ത്രീയോടുകൂടി ജീവിച്ചു. നല്ല ഉത്തമവനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ വേശ്യ സ്ത്രീയോടുകൂടി രമിക്കുമ്പോൾ വേണ്ടാത്തതൊക്കെ കഴിക്കും അല്ലേ, മദ്യമാംസാദികളൊക്കെ ഭുജിക്കും, നല്ല രീതിയിൽ ധർമ്മത്തിനനുസരിച്ചല്ല ജീവിക്കുക. അത്രയും പാപങ്ങൾ ചെയ്തു. അതാണ് യമഭടന്മാർ പറയണത്. ഇത്രയും ബ്രാഹ്മണനായിട്ട് ഇത്രയും പാപം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ ഞങ്ങൾക്കാണ് അധികാരം എന്ന് പറഞ്ഞപ്പോഴല്ല, അദ്ദേഹം നാമം ജപിച്ചിട്ടുണ്ട്, അതോടുകൂടി പാപം തീർന്നിട്ടുണ്ട് എന്നാണ്. അത് പറഞ്ഞപ്പോഴവർ ചോദിക്കാൻ പോവാണ്, യമഭടന്റെ അടുക്ക യമദേവനോട് ചോദിക്കുകയാണ്, നമ്മൾക്ക് ആസക്തി അതാണല്ലോ ഇപ്പൊ കുരുത്തക്കേടായത്. ആ ആസക്തി തന്നെ ഭഗവാനെ പ്രാപിക്കാനും എന്താ വേണ്ട? നമ്മൾക്ക് എന്തിനോടെങ്കിലും പ്രേമം തോന്നുകയാണെങ്കിൽ ആ പ്രേമം പലതരത്തിലുണ്ട് അല്ലേ. രാജഭക്തി, ഭക്തി തോന്നുകയാണെങ്കിൽ ഭഗവാനിലേക്ക് തിരിച്ചു വെക്കുക. ആ ഭഗവാനോടുള്ള ആസക്തി മനസ്സിലുണ്ടായ അതെല്ലാം പോവും. അധർമ്മം ചെയ്യാൻ തോന്നില്ല, നല്ലത് മാത്രം ചെയ്യാൻ തോന്നുള്ളൂ. അങ്ങനെയാണ് വിഷ്ണു ഭർഷദന്മാര് കഷ്ടം, നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള പ്രവൃത്തി കഷ്ടമായി പോയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉപദേശിക്കുന്നത്. ആ ഉപദേശം യമഭടന്മാര് യമദേവനോട് ചോദിക്കാൻ പോയി. വിഷ്ണു ഭാർഷദന്മാരിവിടെ കാത്തു നിന്നു. അപ്പോഴാണ് ഇവിടെ അജാമിളൻ ഇതൊക്കെ കേൾക്കുകയാണ്. ഭാഗവത ധർമ്മത്തെയാണ് അവർ തമ്മിൽ സംസാരിച്ചിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ എൻ്റെ ജന്മം വെറുതെ കളഞ്ഞു കുളിച്ചല്ലോ. ഇത്രയും വർഷക്കാലം ഒരു നാരായണ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഭഗവാന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ വന്നു. എൻ്റെ ജന്മം വെറുതെ നാശാക്കി കളഞ്ഞുല്ലോ. പക്ഷേ ഭാഗവത ധർമ്മം കേട്ടതുകൊണ്ട്, ഭഗവത് പാർഷദന്മാരെ കണ്ടതുകൊണ്ട് അജാമിളന് എല്ലാ രോഗവും പോയി, എല്ലാവിധ ആപത്തുകളും നീങ്ങി. അദ്ദേഹം എന്തു ചെയ്തു? ഉടനെ തന്നെ ഉറക്കെ നാരായണ 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 ഉറക്കെ ജപിച്ചുകൊണ്ട് അദ്ദേഹം ഹരിദ്വാറിലേക്ക് പോയി. ഹരിദ്വാറിൽ പോയി അവിടെ ഈ നാമമാഹാത്മ്യം
നാമം ജപിച്ച് 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 കാലങ്ങൾ കുറച്ചും കൂടെ അദ്ദേഹത്തിന് ആയുസ്സുള്ളതുകൊണ്ട് അവിടെ കഴിച്ചു കൂട്ടി. അതിനുശേഷം അദ്ദേഹം ഭഗവത് പാർഷദന്മാര് ഇവിടെ മറിഞ്ഞു. ഇദ്ദേഹത്തിന് എന്തോ ഒരു സംശയം ഉണ്ടായി. ആ സംശയം ദേവപാർഷദന്മാരോട് ചോദിക്കാൻ പുറപ്പെട്ടപ്പോഴത്തേക്കും ദേവഭടന്മാര് വിഷ്ണു പാർഷദന്മാര് അവിടെ ഇവിടെ മറിഞ്ഞു. അവര് ഹരിദ്വാറിൽ പോയി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അപ്പോഴേക്കും യമഭടന്മാര് അവിടെ ചെന്ന് ചോദിച്ചു, ഭാഗവത ധർമ്മത്തിന്റെ ഉത്കൃഷ്ടത മനസ്സിലാക്കി കൊടുത്തു യമഭടന്മാർക്ക് എന്നുള്ളതാണ്. അങ്ങാണ് എല്ലാവർക്കും ശിക്ഷ കൊടുക്കാന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഇപ്പൊ അങ്ങൊന്നല്ല ശിക്ഷിക്കാൻ വേറെ ആളുണ്ടായിട്ടുണ്ട് എന്നാണ്. അജാമിളൻ ഭക്തനാണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. പറഞ്ഞു, ഭക്തനാണ്. അദ്ദേഹത്തെ വിഷ്ണു ദൂതന്മാര് രക്ഷപ്പെടുത്തിയതിന് കാരണമുണ്ട്. അതെന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അറിയുള്ളൂ. ധർമ്മം അതാണെന്നാണ് അറിയാം. പക്ഷെ പരമധർമ്മം ഭഗവാൻ നേരിട്ട് ഉപദേശിച്ചിട്ടുള്ളതാണ്. ആ ധർമ്മം, ഭഗവാന്റെ ധർമ്മത്തെ യഥാർത്ഥത്തിൽ അറിയുന്നവര് യമധർമ്മദേവൻ പറയുന്നു 12 പേരാണ്. ആ 12 പേര് ആരൊക്കെ എന്ന് ചോദിച്ചാല് ബ്രഹ്മാവ്, നാരദൻ, ശിവൻ, സനൽകുമാരൻ, കപിലൻ, മനു, പ്രഹ്ലാദൻ, ജനകൻ, ഭീഷ്മൻ, മഹാബലി, ശ്രീശുകൻ, പിന്നെ ഞാനും. യമധർമ്മദേവൻ പറയാണ് അങ്ങനെ 12 പേർക്കാണ് ഭാഗവത ധർമ്മത്തെ യഥാർത്ഥത്തിൽ അറിയുന്നവര്. അപ്പൊ ഭഗവാൻ ആ തിരുനാമ കീർത്തനം അത് വേദത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. വേദത്തിൽ വലിയ കാര്യങ്ങളൊക്കെ പലതും പിന്നെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നാമജപം ഒന്ന് മാത്രം മതി പാപവാസന ഇല്ലാതാവാൻ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ ഓർമ്മയോടെ എണീക്കുമ്പോൾ, സത്യത്തില് രാത്രിയിൽ നാമം ജപിച്ചു കിടന്നാൽ ഉണരുമ്പോഴും നാമം നാവിലുണ്ടാവും ധാരാളം, അല്ലേ? നമ്മൾ നാമം അതൊക്കെ മനസ്സിലാവണമെങ്കിൽ ശരിക്കും ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമോ ഒക്കെ ജപിച്ചു കിടന്നു നോക്കൂ. ആ കിടക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് എവിടെയോ എത്തി നിർത്തിയിട്ടുണ്ടാവാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ രാവിലെ എവിടുന്നോ തുടർന്നിട്ടുണ്ടാവും. അത് നമ്മുടെ നാവിൽ വന്നിട്ടുണ്ടാവും, അനുഭവം ഉണ്ടാവും. നാമം ജപിച്ചവർക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ ഉണരുമ്പോൾ നമ്മളുടെ നാവില് നാമം ഉണ്ടാവും. ആ നാമം നമ്മളുടെ നാവിൽ ഉണ്ടാവണം. അതാണ്, അങ്ങനെ ആയിത്തീരണം. അതിനെന്ത് ചെയ്യണം? ഈ പറഞ്ഞ മാതിരി നാമജപം തുടരെ. അതേത് നാമാവട്ടെ, ഏതാണോ ഇഷ്ടപ്പെട്ട മൂർത്തി. എനിക്ക് എന്താ പറയുക എനിക്ക് അതിന് നാമദീക്ഷയൊന്നും കിട്ടിയിട്ടില്ല, എനിക്കൊരു ഗുരു ഇല്ല, എനിക്കൊരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് മന്ത്രം കിട്ടിയിട്ടില്ല, ഒന്നും വേണ്ട. നമുക്കറിയാവുന്ന ചില നാമങ്ങളുണ്ടല്ലേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ. വെറുതെ നാരായണ ജപിച്ചു, അതെ, ഓമും ഇല്ല, ഒന്നുമില്ല. ഒന്നും വേണ്ട. നാരായണ നാരായണ, നമശിവായ, അല്ലെങ്കിൽ പരാശക്തി നമ, ഏതാവട്ടെ അതൊന്നാവണം. ആ ഒന്ന് നമ്മളുടെ നാവിൽ ഉറയ്ക്കണം. ആ ഒന്ന് എന്തിനാ 41 ദിവസം 21 ദിവസം എന്നൊക്കെ പറയാം? എന്തിനാ അത് ഉറയ്ക്കാനാ. 21 ദിവസം അല്ലെങ്കിൽ 41 ദിവസം എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം തുടരെ നമ്മൾ നാമം ജപിക്കുമ്പോൾ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്തിരുന്ന് ആ ജപം നടക്കുമ്പോൾ അവിടെ ആ നാമമൂർത്തി അവിടെ പ്രത്യക്ഷമാവുന്നതാണ്. അവിടെ ഉണ്ടാവും അവരുടെ സാന്നിധ്യം. ആ ചെല്ലുന്ന നാമം ജപിക്കുന്ന ആ മൂർത്തി നാമി അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ആ നാമം ജപിക്കുമ്പോൾ ആ സമയത്ത് അതേ എല്ലാ ദിവസങ്ങളിലും ആ ഭഗവാൻ നമ്മൾ ജപിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തയ്യാറാവും. അപ്പൊ നമ്മൾ ജപിക്കണം കൃത്യമായ സമയത്ത്. 41 ദിവസം ജപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവും. ഒന്നും ചെയ്യണ്ട. എനിക്ക് സംസ്കൃതം അറിയില്ല, വേണ്ട. എനിക്ക് ഭാഗവതം പഠിച്ചിട്ടില്ല, വേണ്ട. ഒന്നും പഠിക്കണ്ട, നാമം മാത്രം മതി എന്ന് യമധർമ്മദേവൻ പറയുന്നു. ഇത് പുരാണങ്ങളിലൊന്നും പറയണ്ട, നമ്മൾക്കറിയാം. നാമം മാത്രം ജപിച്ചാൽ മതി. ഇനിമേല നാമം ജപിക്കുന്നവരെ നിങ്ങൾ തൊടാൻ പോയാ നോക്കുക പോലും വേണ്ടെന്നാണ് പറഞ്ഞത്. ഒരാളെ പിടിച്ചു കെട്ടാൻ പോകരുത്. നാമം ജപിക്കുന്നിടത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നാണ്. അത്രയും ജപത്തിന്റെ മഹാത്മ്യം. ശിവാനന്ദാശ്രമത്തിലെ ഒരു ബുക്ക് തന്നെ ഉണ്ട്, ജപ നാമധർമ്മം എന്ന് പറഞ്ഞിട്ട്. ആ നാമത്തിന്റെ എങ്ങനെ ശ്വാസോച്ഛ്വാസം നാമമാക്കി തീർക്കുക. അതാണ് സോഹം. നമ്മൾ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോഹം സോഹം, പക്ഷെ അത് നമുക്കറിയില്ല.
ഓരോ ശ്വാസവും ഉച്ഛ്വാസവും നാമാക്കുക. ഓം നമോ നാരായണായ, അല്ലെങ്കിൽ ഓം നമ ശിവായ, ഓം വെറുതെ നാരായണ, നമ ശിവ 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 ശിവ, ഇത്രയൊക്കെ മതി. വെറുതെ ഓം എന്ന് ജപിച്ചാൽ മതി. ഏതെങ്കിലും ഒരു നാമത്തെ കൃത്യമായിട്ട് കൃത്യസമയത്ത് ജപിച്ചിരുന്നാൽ നമ്മളുടെ അഥവാ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപവാസനകളൊക്കെ കത്തിപ്പോഴും. നമ്മൾ ശുദ്ധമാക്കിയെടുക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് നാമം മാത്രമാണ്. അതുകൊണ്ട് പരീക്ഷത്തിനോട് പറയാണ്, പരീക്ഷത്തെ പേടിക്കണ്ട. എത്ര വലിയ പാപമായാലും അതിനുള്ള പ്രായശ്ചിത്തം നാമജപം മാത്രമാണ്.